ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കിളാണ്. എന്താണ് സർക്കിൾ? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ പോയിൻറ്റ് വിച്ച് ഈസ് ഓൾവേസ് ഈക്വൽ ഫ്രം ഇറ്റ്സ് സെൻറ്റർ ഈസ് കോൾഡ് എ സർക്കിൾ. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാത്ത്, ഈ പാത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് സെൻറ്ററിലേക്കുള്ള ദൂരം ഈക്വലായിട്ട് വരുന്നതാണ് എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ടേംസാണ് റേഡിയസ് ആൻഡ് ഡയമീറ്റർ. ഓക്കെ, എന്താ റേഡിയസ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആരമെന്ന് പറയും. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഒരു പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരക്കുന്ന ലൈനിനെ പറയുന്നതാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയും. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ടു വേറൊരു പോയിൻ്റിക്ക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, d/2 ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്റർ ഈക്വൽ ടു 2 × r ആയിരിക്കും. ഓക്കെ, ഏരിയ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π × r² ആണ്. ഓക്കെ, π × r² ആണ് എന്തെന്ന് പറയുന്നത്, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റേഡിയസ്, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആറോ അല്ലെങ്കിൽ സ്മോൾ ആറോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള ദൂരം. ഓക്കെ, അതെന്ന് പറയുന്നത് 2πr. ഏരിയ എന്ന് പറയുന്നത് πr², സർക്കംഫറൻസ് ഏരിയ എന്ന് പറയുന്നത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. ഇത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, യൂണിറ്റാണ്. യൂണിറ്റ് സ്ക്വയർ വരില്ല, ഏരിയക്ക് മാത്രമേ സ്ക്വയർ വരുള്ളൂ. യൂണിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സെൻറ്റിമീറ്റർ ആയിരിക്കാം, മീറ്റർ ആയിരിക്കാം, മില്ലിമീറ്റർ ആയിരിക്കാം, ഈ ഒരു ടേംസിലാണ് വരാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 1.54 മീറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് 1.54 മീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 1.54 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞത് ഏരിയ കാണാനാണ്. ഓൾസോ ഫൈൻഡ് സർക്കംഫറൻസും കാണണം. ഓക്കെ, ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്, πr² ആണ് അല്ലേ, നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പൈൻ്റെ വാല്യൂ നമ്മളെടുക്കുക 22/7 എന്നെടുക്കാം, അല്ലെങ്കിൽ 3.14 എന്നെടുക്കാം. ഏതാണോ കാൽക്കുലേഷൻ ബെറ്റർ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പം 22/7, പിന്നെ അവിടെ 22.7, നിങ്ങൾക്ക് 3.14 വേണമെങ്കിൽ കാൽക്കുലേഷൻ അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇൻറ്റു 1.54². ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും, 7.4536 മീറ്റർ² എന്ന് വരും. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ, സർക്കംഫറൻസ് ആണ്. C = 2πr. ഓക്കെ, 2 × 22/7 × 1.54, എന്ത് ആൻസർ വരും, 9.68 മീറ്റർ എന്ന് വരും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ റേഡിയസ് മീറ്ററിലാണ് തന്നത്, സോ നമ്മൾ ഏരിയ മീറ്റർ² എടുത്ത്, ഇവിടെ സർക്കംഫറൻസ് മീറ്റർ എടുത്ത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. What is the side of the largest square cut out from a circle of 50 cm diameter?
ഡയമീറ്റർ തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്ററുള്ള 50 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെയുള്ളൊരു സർക്കിളിന് സൈഡ് ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ ഓഫ് കട്ട്, ഒരു സ്ക്വയർ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വലിയ സ്ക്വയർ തന്നെ ആയിരിക്കണം. അപ്പം നമുക്കറിയാം ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരണം? ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കണം. എന്നാലാണ് ഏറ്റവും വലിയ ഒരു സ്ക്വയർ നമുക്ക് എന്തെന്ന് കട്ട് ചെയ്യാം? ഒരു സർക്കിളിന് ഒരു സ്ക്വയർ കട്ട് ചെയ്യാൻ കഴിയാം. ഓക്കെ, എന്ത് വരണം? ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഡയഗണലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്താൽ ഒരു സർക്കിളിന് ഒരു വലിയൊരു സ്ക്വയർ, മാക്സിമം ഡയഗണൽ സൈഡ് വരുന്ന ഒരു സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്കറിയാം ഡയമീറ്റർ ഈക്വൽ ആവണം എന്തിന്? ഡയഗണലിന് ഈക്വൽ ആവണം അല്ലേ? നമുക്കറിയാം ഡയമീറ്റർ എന്ന് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ 50 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് √2 × a ആണ്. ഓക്കെ, അപ്പം എൻ്റെ സൈഡ് എന്തായിരിക്കും? സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും? നമുക്കതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൈഡ് ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ ആണ്. അതായത് ഒരു സർക്കിളിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വയറിൻ്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡ് എത്രയെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത് √2a ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സൈഡ് കണ്ടെത്താം. 50/√2 എന്ന് വരും അല്ലേ? 50/√2 എന്ന് പറഞ്ഞാൽ 50/1.414 വരും. ആൻസർ എന്ത് വരും? 35.36 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, സൈഡാണ്, സോ നമുക്ക് സെൻറ്റിമീറ്റർ മതി. ഇവിടെ ഡയഗണൽ ഡയമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? സെൻറ്റിമീറ്ററാണ്. സോ ഇവിടെ സെൻറ്റിമീറ്ററിൽ നമുക്ക് എഴുതാം. നേരെമറിച്ച് ഇവിടെ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് കൺവേർഷൻ നടത്തണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് യൂണിറ്റ് ആൻഡ് കൺവേർഷൻ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് പറയുന്നത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പേര് തന്നെ മനസ്സിലാക്കാം. ഒരു സർക്കിളുണ്ട്, സർക്കിളിൻ്റെ ഹാഫ് സെൻറ്റർ കൂടെ പാസ്, ഇതിൻ്റെ ഹാഫിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എ സെമി സർക്കിൾ ഈസ് എ സെക്ടർ ഹൂസ് സെൻട്രൽ ആംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് ഇങ്ങനെ 180 ഡിഗ്രി വരുന്ന സെക്ടറിൽ പറയുന്നതാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ? πr² ആണ്. അപ്പോൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ പകുതിയാണ്. സോ നമുക്കെന്ത് പറയാം? πr²/2 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ സർക്കുലർ റിംഗ്. സർക്കുലർ റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റേഡിയസ് വരും. ഒന്ന് ഇന്നർ റേഡിയസ് ആൻഡ് ഔട്ടർ റേഡിയസ്. സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് 2 സർക്കിളുകൾ വരും. അതിൽ ഫസ്റ്റ് സർക്കിൾക്ക് വരുന്ന റേഡിയസിനെ ഇന്നർ റേഡിയസ് എന്ന് പറയും. പുറത്തുള്ള സർക്കിളിൻ്റെ റേഡിയസിനെ നമ്മൾ എന്ത് പറയും? ഔട്ടർ റേഡിയസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഇങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π × ഔട്ടർ റേഡിയസ് മൈനസ് ഇന്നർ റേഡിയസ്. ഓക്കെ, വലുതെന്ന് ചെറുത്, മറ്റേതാകുമ്പോൾ മൈനസ് വരും.
ഏരിയ ഒരു നെഗറ്റീവ് വാല്യൂ അല്ല നമുക്കറിയാം. സോ R2 മൈനസ് R1 മൈനസ് R2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്ന് വരും. ഈ പൈ മറന്നു പോകരുത്. ഏരിയ ഈക്വൽ ടു സർക്കുലർ റിങ്ങിൻ്റെത് ഏരിയ ഈക്വൽ ടു പൈ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. R1 എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് ആണ്. R2 എന്ന് പറഞ്ഞത് ഇന്നർ റേഡിയസ് ഓഫ് സർക്കുലർ റിംഗ് ആണ്. ഓക്കെ.